നമസ്കാരം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലവും വന്നു അല്ലേ? പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു എന്ന് പറയുന്ന ഒരു വിശകലനം പുറത്തുവന്നിട്ടുണ്ട്. 6 ശക്തമായ ആരോപണങ്ങളാണ് അതിലുള്ളത്. നമ്മളിന്ന് അതിലേക്കാണ് ഒന്ന് ആഴത്തിൽ നോക്കാൻ പോകുന്നത്. ഇത് വെറും ആരോപണങ്ങളായി തള്ളിക്കളയാൻ പറ്റുമോ, അതോ നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന കണ്ടെത്തലുകളാണോ? അപ്പോ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ബീഹാറിലെ ആ തിരഞ്ഞെടുപ്പ് ശരിക്കും നീതിയുക്തമായിരുന്നോ? കാരണം ഈ വിശകലനത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അത് വളരെ വലുതായിരിക്കും. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഈയൊരു വിശകലനം മുന്നോട്ട് വയ്ക്കുന്നത് 1 അല്ല 2 അല്ല 6 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. ചുമ്മാ പറയുകയല്ല, ഓരോന്നിനും ഡേറ്റയും അതുപോലെ സാഹചര്യ തെളിവുകളും അവർ നിരത്തുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാദങ്ങളെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യം തന്നെ ഈ ആരോപണങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത് മുതൽ തന്നെ വലിയ വിവാദങ്ങളായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയധികം സംശയങ്ങൾ വരുന്നത്? അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അപ്പോ ആദ്യത്തെ കൂട്ടം ആരോപണങ്ങൾ അത് വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കാൻ ശ്രമം നടന്നു എന്നതിനെക്കുറിച്ചാണ്. അതായത് പണം കൊടുത്തും യാത്രാ സൗകര്യം ഒരുക്കിയുമൊക്കെ എങ്ങനെയാണ് വോട്ടുകൾ മറിക്കാൻ ശ്രമിച്ചത് എന്നാണ് ഈ വിശകലനം ചൂണ്ടിക്കാണിക്കുന്നത്. അതിലെ ആദ്യത്തെ ആരോപണം തന്നെ നമ്മളെ ശരിക്കുമൊന്ന് ഞെട്ടിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ബീഹാറിലെ 1 കോടിയിലധികം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ വെച്ച് എത്തി. ഈ വിശകലനം ഇതിനെ വിളിക്കുന്നത് എന്താണെന്നറിയോ? നിയമവിധേയമാക്കിയ കൈക്കൂലി എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഇങ്ങനൊരു പണമിടപാട് എങ്ങനെ നടന്നു? ഇവിടെയാണ് ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. നോക്കൂ, ഒക്ടോബർ 6-ാം തീയതി മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനങ്ങളൊന്നും പാടില്ല. എന്നിട്ടോ അതിനുശേഷമാണ് ഒക്ടോബർ 17, 24, 31 തീയതികളിലും പിന്നെ വോട്ടിങ്ങിന് തൊട്ടുമുൻപ് നവംബർ 7-നും ഈ പണം അക്കൗണ്ടുകളിലേക്ക് പോകുന്നത്. അപ്പൊ ചോദിക്കണ്ടേ, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ പണം കൊടുക്കുന്നത് വോട്ട് പിടിക്കാനല്ലെങ്കിൽ പിന്നെന്തിനാണ്? ഇവിടെയാണ് നമുക്ക് ഒരു വൈരുദ്ധ്യം കാണാൻ പറ്റുന്നത്. കാരണം ഇതിനു മുൻപ് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ ഇതേപോലത്തെ സാഹചര്യങ്ങൾ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇത്തരം പണമിടപാടുകൾ തടഞ്ഞിട്ടുണ്ട്. അപ്പോ അത് നിയമവിരുദ്ധമാണെന്നവർക്കറിയാം. എന്നിട്ടും ബീഹാറിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ഈ നിയമം ബാധകമായില്ല? എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ്? ഇതാണ് ഈ വിശകലനം ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന്. ശരി, ഇനി അടുത്ത ആരോപണത്തിലേക്ക് പോകുന്നതിനു മുൻപ് നിയമം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ജനപ്രാതിനിധ്യ നിയമം, അതായത് റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നത് ഒരു കറപ്റ്റ് പ്രാക്ടീസാണ്. അതായത് അത് അഴിമതിയാണ്, നിയമവിരുദ്ധമാണ്. ഈ നിയമം മനസ്സിൽ വെച്ചോളൂ, കാരണം അടുത്തതായി വരുന്നത് ഇതിന്റെ നേരിട്ടുള്ള ലംഘനമാണ്. അതെ, ഇവിടെയാണ് ആ നിയമം കാറ്റിൽ പറത്തപ്പെട്ടത്. ഹരിയാനയിൽ നിന്ന് ബീഹാറിലേക്ക് വോട്ടർമാരെ എത്തിക്കാനായി സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിച്ചു. അതിന്റെ ചെലവ് വഹിച്ചത് BJP ആണെന്നും ആരോപണമുണ്ട്. നമ്മൾ തൊട്ടുമുൻപ് സംസാരിച്ച നിയമത്തിന്റെ എത്ര വ്യക്തമായ ലംഘനമാണിതല്ലേ? അപ്പോ പണം കൊടുത്ത് വോട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, വോട്ടർ പട്ടികയിൽ തന്നെ കൃത്രിമം നടന്നു എന്നും ആരോപണമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കണക്കുകൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ഒന്നോർത്തു നോക്കൂ, ബീഹാറിലെ വോട്ടർ പട്ടികയിൽ 1.43 ദശലക്ഷം, അതായത് 14 ലക്ഷത്തിലധികം സംശയാസ്പദമായ ഇരട്ട വോട്ടർമാരുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ അർത്ഥമെന്താ? മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടുള്ള ആളുകളുടെ പേര് ബീഹാറിലെ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. അപ്പോ ഒരേ ആൾക്ക് തന്നെ പല സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇതുണ്ടാക്കുന്നത്. ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് വളരെ ലളിതമായ സോഫ്റ്റ്വെയറൊക്കെയുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഉപയോഗിച്ചില്ല എന്നാണ് ആരോപണം. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരും, ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് അവർ ചെയ്യാതിരുന്നത്? അപ്പോ നോക്കൂ, ഒരു വശത്ത് വ്യാജ വോട്ടർമാരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, മറുവശത്തെന്താ സംഭവിച്ചത്? ലക്ഷക്കണക്കിന് യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി. കണക്കുകൾ നോക്കിയാൽ ജനസംഖ്യ അനുസരിച്ച് ബീഹാറിൽ ഏകദേശം 8.22 കോടി വോട്ടർമാർ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അന്തിമ പട്ടികയിലുണ്ടായിരുന്നത് വെറും 7.42 കോടി. അതായത് ഏകദേശം 80 ലക്ഷം വോട്ടർമാർ മിസ്സിംഗ്. ഈ 80 ലക്ഷം പേർ എവിടെ പോയി?
അപ്പോ ആരാണ് ഈ കാണാതായ 80 ലക്ഷം പേർ? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആവുന്നത്. കണക്കുകൾ പ്രകാരം ബീഹാറിലെ ജനസംഖ്യയുടെ 16.9% മുസ്ലിങ്ങളാണ്. പക്ഷേ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരിൽ 33% ആ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. ഇത് വെറുമൊരു യാദൃശ്ചികതയായി കാണാൻ പറ്റുമോ? അതോ ഒരു പ്രത്യേക വിഭാഗത്തെ തിരഞ്ഞുപിടിച്ചു ഒഴിവാക്കിയതാണോ? ഇതുവരെ നമ്മൾ സംസാരിച്ചത് വോട്ടർമാരെയും വോട്ടർ ലിസ്റ്റിനെയും കുറിച്ചുള്ള ആരോപണങ്ങളാണ്, അല്ലേ? ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇതിനേക്കാളൊക്കെ ഗൗരവമുള്ള ഒന്നിലേക്കാണ്. തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആ സിസ്റ്റത്തിനെതിരെ, ആ സംവിധാനങ്ങൾക്കെതിരെ തന്നെയുള്ള ആരോപണങ്ങളിലേക്ക്. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ട് പോലുള്ള തട്ടിപ്പുകൾക്ക് ഏറ്റവും വലിയ തെളിവെന്താണ്? CCTV ദൃശ്യങ്ങൾ, അല്ലേ? ആദ്യം പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഈ ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് രേഖകളുടെ ഭാഗമാണെന്നും അത് പുറത്തുവിടണമെന്നും ഉത്തരവിട്ടു. അപ്പൊ സർക്കാർ എന്തു ചെയ്തുവെന്നറിയോ? പാർലമെന്റിൽ നിയമം ഭേദഗതി ചെയ്ത് തെരഞ്ഞെടുപ്പ് രേഖ എന്നതിന്റെ നിർവചനത്തിൽ നിന്ന് CCTV ദൃശ്യങ്ങളെ അങ്ങ് ഒഴിവാക്കി. അതുകൊണ്ടും നിർത്തിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയൊരു റൂള് കൊണ്ടുവന്നു. ഫലം വന്ന് 45 ദിവസത്തിനകം എല്ലാ CCTV ദൃശ്യങ്ങളും നശിപ്പിക്കണം. ചുരുക്കി പറഞ്ഞാൽ, എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി സിസ്റ്റമാറ്റിക്കായി അടച്ചുകളഞ്ഞു. അവസാനത്തെ ആരോപണം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെന്നെത്തുന്നത് ഒരൊറ്റ പോയിന്റിലേക്കാണ്: തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത നഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിലേക്ക്. ഭരണകക്ഷിക്ക് സൗകര്യമുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ തീരുമാനിച്ചു, അവരുടെ നേതാക്കളുടെ വിദ്വേഷപ്രസംഗങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചും, പോരാത്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ തന്നെ ഒഴിവാക്കി സർക്കാർ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പോൾ സ്വാഭാവികമായും സംശയം വരും, കളി നിയന്ത്രിക്കേണ്ട റഫറി തന്നെ ഒരു ടീമിനു വേണ്ടി കളിക്കുകയാണോ? അപ്പോൾ നമുക്കൊന്ന് ചുരുക്കി പറയാം. 6 പ്രധാന ആരോപണങ്ങൾ. 1. പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിച്ചു. 2. വോട്ടർ പട്ടികയിൽ ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാരെ നിലനിർത്തി. 3. വോട്ടർമാരെ കൊണ്ടുവരാൻ നിയമവിരുദ്ധമായി ട്രെയിൻ ഓടിച്ചു. 4. തെറ്റിപ്പുകൾ തെളിയിക്കാൻ കഴിയുമായിരുന്ന CCTV ദൃശ്യങ്ങൾ കിട്ടാതാക്കി. 5. ലക്ഷക്കണക്കിന് യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. 6. ഇതെല്ലാം കണ്ടില്ലെന്ന് നടക്കുകയും ഒരു പ്രത്യേക പക്ഷം ചേരുകയും ചെയ്തു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആരോപണം. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ചിത്രം അത്ര നല്ലതാണോ? അപ്പോൾ ഈ വിശകലനം അവസാനം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ബീഹാർ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് മാത്രമല്ല. ഒരു തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടത്താൻ നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ച സംവിധാനങ്ങൾ തന്നെ സംശയത്തിന്റെ നിഴലിലാകുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ ഓരോരുത്തരുടെയും വോട്ടിന് പിന്നെ എന്ത് വിലയാണുള്ളത്? ഒരു ജനതയുടെ തീരുമാനം ശരിക്കും എത്രത്തോളം സുരക്ഷിതമാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും.